ഞങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂൾ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് ടിക്കറ്റ് അനുവദിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ 60 വയസ്സിന് മേളിലുള്ള എല്ലാ പുരുഷന്മാർക്കും ഫ്രീ അനുവദിക്കണം. 3, സീറ്റ് സംവരണം, പുരുഷന്മാർക്ക് സീറ്റ് സംവരണം അനുവദിക്കണം. 4, എല്ലാ സ്ത്രീകൾക്കും എന്നുള്ളത് ഒഴിവാക്കിയിട്ട് അർഹതപ്പെട്ട സ്ത്രീകൾ, ലക്ഷക്കണക്കിന് സാലറി വാങ്ങുന്നവർക്കല്ല, അർഹതപ്പെട്ട സ്ത്രീകൾക്ക് അനുവദിച്ചോട്ടെ. അതിൽ നമുക്ക് ഒരു തെറ്റുമില്ല. ഞങ്ങളിവിടെ നിന്ന് ബസ് തടഞ്ഞ് ബസ്സിൽ കയറി ഫ്രീ ആയിട്ട് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുകയാണ് ഞങ്ങളുടെ ഉദ്ദേശമായിരുന്നത്. സർക്കാരിനെതിരെ വലിയൊരു പ്രതിഷേധമാണ് ഉദ്ദേശിച്ചിരുന്നത്. അത് ഞങ്ങൾ ഒഴിവാക്കിയിട്ട് കമ്മിറ്റി അംഗങ്ങൾ മാത്രമാണ് ഞങ്ങൾ അതും പ്ലക്കാർഡ് ഒരുപാട് മാറ്റിവെച്ചിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം മുന്നിൽ കൊടുത്തുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ പ്രതിഷേധവും മുഖ്യമന്ത്രിയോടുള്ള അനുഭവവും പ്രകടിപ്പിക്കുന്നത്. ഇത് ഈ തുടർ സമര പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ? ഇതുമായിട്ട് മുഖ്യമന്ത്രിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിവേദനം കൊടുക്കും. നിവേദനം കൊടുത്തിട്ട് അദ്ദേഹം പോസിറ്റീവായിട്ട്, എന്തായാലും നമ്മുടെ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അതിനോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ അദ്ദേഹം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ചെയ്യുമെന്നറിയാം. അതുകൊണ്ട് പ്രതീക്ഷയുണ്ട്. ഇനി ആ പ്രതീക്ഷ നഷ്ടപ്പെടുകയാണെങ്കിൽ തുടർന്ന് ഇന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകൾക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ അത് വീടുകളിലെത്തും, പക്ഷേ പുരുഷന്മാർക്ക് കൊടുത്താൽ വീടുകളിലെത്തില്ല. അത് എവിടെ എത്തുക എന്നുള്ളത് നമുക്കറിയാം എന്നൊരു സാധനം പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും പുരുഷന്മാർക്ക് ഫ്രീ കൊടുത്താൽ ആ കാശ് മദ്യശാലയിലോട്ട് പോകുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹം മദ്യപിക്കില്ലായിരിക്കാം. ഈ മദ്യപിക്കുന്ന പിതാക്കന്മാർ കൂലിപ്പണി ചെയ്ത് നടുവൊടിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ 2 എണ്ണം അടിക്കുന്നത്. അതിലവരെ തെറ്റ് പറയാൻ പറ്റില്ല. കാര്യം അവൾക്ക് രാത്രി കിടന്നുറങ്ങണം, അതാദ്യം മനസ്സിലാക്കണം. എന്നാൽ പുരുഷന്മാർ, ഞാൻ ഉൾപ്പെടെ വരുന്ന അച്ഛന്മാരും ഭർത്താക്കന്മാരും പണി ചെയ്ത് വൈകിട്ടാവുമ്പോൾ പിള്ളേർക്ക് പാൽ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നവരാണ്. അത് ഞങ്ങളൊരു ചായയോ ഹോട്ടലിൽ കയറി ഒരു ഭക്ഷണമോ കഴിക്കാതെ ആണ് ഞങ്ങളവിടെ വീട്ടിൽ പോകുന്നത്. കാരണം ആ കാശ് കൂടി ഭാര്യയ്ക്കും മക്കൾക്കും വേണം എന്നുള്ളത് കരുതിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങളോട് ഈ പുരുഷന്മാരെ ഈ ഒരു പ്രസ്താവന, നല്ലൊരു പ്രസ്താവന പറഞ്ഞു, നമ്മുടെ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ആ കാശ് പുരുഷന്മാരെ കൊടുത്താൽ, അവർക്ക് ഫ്രീ കൊടുത്താൽ, അതൊരിക്കലും തികച്ചും പറയാൻ പാടില്ല ഒരു മുഖ്യമന്ത്രി. എന്നാൽ നല്ലത് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊരു അബദ്ധവും വീണു എന്നേ ഞങ്ങൾ കരുതുന്നുള്ളൂ. പോസിറ്റീവായിട്ട് കാണുന്നു. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയതിൽ വളരെയധികം മലയാളികൾ ഭാഗ്യവാന്മാർ എന്ന് ഞാൻ പറയും.